അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എല്ലാം തുടക്കക്കാരെന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളും കൂടി ഇട്ടുണ്ട്, ജെറലായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അല്ല ശരിക്കും പറഞ്ഞാൽ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മളെ ഓൾറെഡി നമ്മളെ മുന്നത്തെ വീഡിയോയിലായാലും ഇന്റർവ്യൂസ് ആയാലും ആങ്കറിങ് ചെയ്ത് ജെറലാണ്. പിന്നെ സ്റ്റുഡിയോ 19 ഒരു ഭാഗമാണ്. പിന്നെ നമ്മളതിലേക്ക് സ്വാഗതം ചെയ്യണ്ട, എന്നാലും ഒരു പുതിയൊരു പരിപാടി ജില്ലയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഒരു കുറച്ചും കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് കുറച്ചും കൂടി ബേസ് ഓർന്നെല്ലാം പറയുന്നത് മൂപ്പരായിരിക്കും മിക്കവാറും. സത്യം അതല്ല കാര്യം പറയുന്നതൊക്കെ നമുക്കൊന്നൊരു കലയായിട്ടോ ആർട്ടായിട്ടോ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ പ്രശസ്തനായ ഒരു അത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റ് വേറെ ലെവലായിരിക്കും. നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മളെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംഭവം. കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ കേൾക്കാൻ ആൾക്കാരില്ലാത്തൊരു അവസ്ഥയിലേക്കൂടെയാണ് നമ്മളെ സമൂഹം അല്ലെ നമ്മളെ നാടിപ്പോ, ലോകം മൊത്തം എന്ന് പറയാം, ഇപ്പൊ കടന്നു പോകുന്നു. അപ്പോ ചുരുക്കം പറഞ്ഞാല് ഞാനും നീയും ചങ്ങായിമാരാന്ന് പറയാം. ചങ്ങായിമാരെന്ന് പറയണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. ഞാനിപ്പോ ഒരാള് ചങ്ങായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ നിനക്കും ഉണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ ഇൻട്രോവേർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചില സ്ഥലത്ത് അധികം സംസാരിക്കും, ചില സമയത്ത് അധികം സംസാരിക്കൂല, നമ്മുടെ വൈബ് എന്നെല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന സംഭവം നേരത്തെ പറഞ്ഞ അവിഭാജ്യമായ ഘടകമാണ്. എപ്പോൾ കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നു അപ്പോൾ ആ റിലേഷൻഷിപ്പ് കട്ടാവാനുള്ള ചാൻസ് കൂടുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കൊക്കെ ലൈൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാം. ആ ഒരു പോയിന്റ് തന്നെ അത് ലൈൻ എന്നല്ല എല്ലാവരും പറയാം. കമ്മ്യൂണിക്കേഷനിൽ വെറും ഒരു ആൺ പെൺ സൗഹൃദം അല്ലെ, ലൈൻ ഇല്ലേ? ഓക്കെ, ലവർ എന്നുള്ളത് മാത്രല്ലല്ലോ കാര്യം. അല്ലല്ല, അച്ഛനും അമ്മയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അച്ഛനും മക്കളും ബന്ധമുണ്ട്, അച്ഛനും അമ്മയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അച്ഛനും മക്കളും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ചങ്ങായി ഇത് കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ നമ്മള് ആരോടും വെറും ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുക, അല്ലാണ്ട് നേരിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ എല്ലാ കേസിലും വരുന്നതാണ്. നമ്മളെ പാർട്ണറോട് മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ ഇതിന്റെ വിഷയം. പക്ഷെ ഏറ്റവും പെട്ടെന്ന് അല്ലേ ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു വെച്ച് വരുന്നതാണെങ്കിൽ നമ്മളെ പാർട്ണറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നല്ലോണം ബാധിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മളെ പാർട്ണറുമായിട്ടാണെന്ന് പറഞ്ഞു തരുന്നത്. ഒരു വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഡിവോഴ്സിനെ പറ്റി പറയുന്നതിൽ ചെറിയൊരു നാണക്കല്ല, ഒരു മോശമാണ്. പക്ഷെ എന്നാലും പറയാം, ഏത് റിലേഷൻഷിപ്പ് തമ്മിലാണ് ഡിവോഴ്സ് ഉണ്ടാവുക? അല്ലേ ബാക്കി നിന്റെ അച്ഛനമ്മയുടെ ലീഗലി ബന്ധപ്പെടുത്താൻ പറ്റുവാ? ഇല്ല. അനിയനായിട്ട് പറ്റുവാ? ഫ്രണ്ട്സായിട്ട് പറ്റുവാ? അവൻ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് ഏതായിരിക്കും? പിന്നെ അത് മാത്രല്ല, ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ നമ്മളെ കൂട്ടത്തിലെ ആൾക്കാരായാലും പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സംസാരിക്കുന്ന നമ്മള് പാർട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടോ. അതില് ഒരു എത്രയോ പെർസെന്റേജ് കുറവായിരിക്കും നമ്മളെ അച്ഛനോടോ അമ്മേനോടോ നമ്മൾ തുറന്ന് സംസാരിക്കുന്നത്. സത്യം. ശരിക്കും പറഞ്ഞാല് സത്യം എന്ന് വെച്ചാൽ ചില അത് ഘടകങ്ങൾ പിന്നെ അവര് വളർന്നു വന്ന സാഹചര്യം പോലെ ഇരിക്കും. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നല്ല റാപ്പോലുള്ള മക്കളാണെങ്കിൽ അവർ അതേപോലെ എടുക്കുക. പക്ഷെ ബാക്കിയെല്ലാം നീ പറഞ്ഞ ശരി തന്നെയാണ്, കൂടുതലും അങ്ങനെ ഇപ്പൊ ഞാൻ വെച്ചാല് പണ്ട് ഇപ്പോ ഒരു 10ാം ക്ലാസ് 6 വരെയുള്ള നമുക്ക് അറിയാം, നമ്മള് കൂടുതൽ കാര്യങ്ങൾ അച്ഛനമ്മയോട് സംസാരിക്കും. ഓൾറെഡി നമുക്കിപ്പോ സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിന് ശേഷമാണ് നമ്മൾ ഓരോരോ വയസ്സ് കൂടുന്നതനുസരിച്ചാണ് ഒരു ഗ്യാപ്പ് ഇങ്ങനെ വന്നുകൊടുക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അതായിട്ട് ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്നത്. അപ്പൊ അച്ഛനമ്മയോട് പറഞ്ഞ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയും. പ്രശ്നങ്ങൾ കൂടുതൽ അച്ഛനമ്മയെ അറിയുന്നതിനെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളെ പ്രശ്നങ്ങൾ അല്ലെ നമ്മളെ മൈൻഡിൽ എന്തെല്ലാം ഇല്ല അറിയുന്നത് ഫ്രണ്ട്സും ഈ പറഞ്ഞ പോലെ ഇല്ല ആൾക്കാർ അത് നമ്മൾ പറയുന്നില്ല എന്ന് ഓക്കെ, നമ്മൾ അവരുടെ അടുക്ക സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു റീസൺ. പക്ഷെ നമ്മളവര് മനസ്സിലാക്കുന്നില്ല എന്ന് അർത്ഥം വരുന്നില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ ഓക്കെ അല്ല, നിങ്ങളൊന്ന് കംഫർട്ട് അല്ല എന്ന് വെച്ചാൽ നിങ്ങളെ അച്ഛനും അമ്മക്കോ അല്ലെ അമ്മക്ക് കൂടുതൽ പറയാൻ പറ്റും.
അമ്മ ചോദിക്കും നിങ്ങളോട് എന്താടാ ഓക്കെ അല്ലേ എന്നാ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഉം, ഉം. അപ്പൊ ആ ഒരു കണക്ഷൻ കട്ടാവുന്നില്ല. കണക്ഷന് കേട്ടോ ഉണ്ടല്ലോ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു അതായത് കുറച്ചും നമ്മൾ കുറച്ച് മെച്യൂരിറ്റി ആയി പിന്നെ അവരോട് സംസാരിക്കുന്ന കുറച്ച് കുറവാന്നല്ലേ തോന്നുന്നു. ഉം. നമ്മളെ മാതാപിതാക്കളോടായാലും സംസാരിക്കുന്ന കുറവാ. അത് കൂടുതലും ഷെയർ ചെയ്യുന്ന ഇതുപോലെ ഫ്രണ്ട്സിനോടാണെങ്കിൽ ഫ്രണ്ട്സിനോടോ അതോ ഇതുപോലെ ലവർ ഉണ്ടെങ്കിൽ പിന്നെ ഇല്ല, അതിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഘടകം കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് ഒരു കാര്യം പണ്ട് ചെറുപ്പത്തില് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന സമയത്ത് നമ്മളെന്താ വിചാരിക്കുക, അവർക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ബോധ്യം ഉണ്ടെന്നാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മള് ഒരു കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ. കാരണം അവർക്ക് ഇതിനെപ്പറ്റി വല്ല ഒന്നാമത് ഉദാഹരണം ഇപ്പൊ സ്മാർട്ട് ഫോൺ. ഓക്കെ, എന്റെ അച്ഛനും അമ്മക്കും ഇതൊന്നും ഉപയോഗിച്ച് വലിയ ശീലമില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം അവരോടൊക്കെ സംസാരിച്ചാൽ അവരും എന്താ പറയാ പൊട്ടം മുട്ടുകൊണ്ടൊന്നും ഇരിക്കുന്നല്ലാണ്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു വിചാരം. പിന്നെ രണ്ടാമത് ഞാൻ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ലപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെന്തൊരു കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവര് വന്ന് ചോദിക്കും, അല്ലെ പറയും, മോനെ എന്നാന്ന് എങ്ങനെയാ നിങ്ങൾക്കൊന്നും അറിയണ്ടപ്പാ. അപ്പൊ ഇതും തപ്പി പിന്നെ എന്തെങ്കിലും അവരെ മനസ്സിൽ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പോലും അവര് വന്നിട്ട് പറയാൻ മടിക്കും. അല്ലേ? ആദ്യം നാണം കിട്ടും, പിന്നെ നാണം കിട്ടും, പിന്നെ പോലെ പറയും, പിന്നെയും വന്ന് നിൽക്കുന്നവര് പറഞ്ഞ പോലെ പണ്ടിലെ ഒരു ബീറാസട്ട പണിക്ക് നിൽക്കുന്നു. പക്ഷെ എന്നാലും അത് ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യായിരിക്കും, പക്ഷെ നമ്മളത് കാര്യത്തിൽ എടുക്കൂല. അപ്പൊ അവരും പിന്നെയും പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളാം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്താൽ നല്ല നല്ല സൊല്യൂഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനോട് അമ്മയോടായിട്ടുള്ള കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തും പണ്ടല്ലേ അവരൊരു പ്രായത്തിലുള്ള സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കുറവാണ്. പറഞ്ഞ വൈബില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിടുന്ന ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ പേരന്റ്സിനോട് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പം വളരെ കുറവാണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്. പക്ഷെ കുറെയൊക്കെ ആൾക്കാർ വീണ്ടും പിന്നെയും ഓക്കെ അച്ഛനോട് ഇപ്പൊ ചില ആൾക്കാർ അച്ഛനോട് പറയുന്നുണ്ടാവില്ല, പക്ഷെ അമ്മ കൂടുതൽ അറിയായിരിക്കും ചില കാര്യങ്ങൾ. പിന്നെ അത് അമ്മ വഴി ചില ആൾക്കാർ നേരെ തിരിഞ്ഞിട്ട് പോകും, അച്ഛൻ അറിയായിരിക്കും ചിലപ്പോ അമ്മ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ കുറച്ച് ഇൻസിഡന്റ് ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ സംസാരം വളരെ കുറവാണ്. അത് ഈ സംസാരം ഈ പറയുന്നത് കുറച്ചൊക്കെ ലവറിനോട് അങ്ങനെ പോകുന്നുണ്ട് തോന്നുന്നു കുറച്ചുകൂടി. അതും നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി സ്മാർട്ട് ഫോൺ വഴിയുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അതന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ടെക്നോളജി വരുമ്പോ അതിനകണക്കായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതി മാറുന്ന. അല്ല പണ്ട് കാലത്തെ ഇപ്പൊ എന്താ പറയാ നമ്മളെല്ലാം നമ്മളിപ്പോ 2000 ആ രീതി വരെ വന്നത്. അപ്പൊ പഴയത് പറയാ പുതിയത് മാറ്റങ്ങൾ നമുക്ക് ഏകദേശം അറിയാം. പണ്ട് കാലത്ത് ഈ പച്ചമാരെല്ലാം കുറച്ച് ടെററായിരിക്കും, നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷെ ഈ സിറ്റുവേഷൻ അല്ല, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാരും കുറച്ച് എന്താ പറയാ കൂളാണ്. അപ്പൊ നമ്മളെല്ലാം തുറന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതിപ്പം വേറൊരു കാര്യം നോക്കണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ആണുങ്ങളില്ലേ ആൺകുട്ടികള് അല്ലെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതില് പെൺകുട്ടികളൊരു വേർഷൻ ഉണ്ടാവും, അതിപ്പോ നമുക്കറിയില്ല. ഇപ്പം ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഇതിനിടയ്ക്ക് ഞാൻ ഇൻസ്റ്റാമാർട്ടിന്റെ ഒരു ആഡ് കണ്ടിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു അച്ഛനും മോളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. മോളെ പാഡ് തീർന്നു, ഓപ്പണായിട്ട് പറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ, പാഡ് തീർന്നു. അപ്പൊ അത് ബുക്ക് ചെയ്യണം. പക്ഷെ എന്ത് പറയും അറിയില്ല. പക്ഷെ അച്ഛനത് മനസ്സിലാക്കി ഓർഡർ ചെയ്തു, സാധനം കൊണ്ടുവന്നു. അതിലും ടെക്നോളജിയാണ് ഉപയോഗപ്പെടുന്നത്, പക്ഷെ അതും കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെണ്ണുങ്ങളെ വേർഷൻ വേറെയാണ്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ തിരിക്കാം കാറ്റഗറി വെക്കും. നമ്മളെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രധാന ഒരു കാരണം വരുന്നത് ഇത് തന്നെയായിരിക്കും. ജനറേഷൻ ഗ്യാപ്പ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ഇതിനെ കുറിച്ച് അറിവില്ല, അതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കില്ല. മെയിൻ ആയിട്ടുള്ള റീസൺ അത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അത് തോന്നുന്നു കൂടുതലും നമ്മൾ ഈ പേരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അത് ഓക്കെ. നമ്മളിപ്പോ അറിയുന്ന അവർക്ക് അറിവില്ല, നമ്മളീ മുൻവിധിയോടെ സമീപിക്കാണ്ട് എന്നാ നല്ലത് അതായത് കറക്റ്റ് ടൈമിൽ സംസാരിക്കാൻ പറ്റിയ കുറച്ചും കൂടി ക്ലാരിറ്റി വരും, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും, ഒരു റിലീഫ് കിട്ടും നമുക്ക്. അതൊക്കെ പേരന്റ്സിന്റെ കേസ് പറയുമ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാന്ന് വിചാരിക്കാം. ഇത് നേരെ തിരിച്ച് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോ നമ്മളിപ്പോ ഒരു 20-25 വയസ്സായി വിചാരിക്കും, അല്ലെ 30 വയസ്സായി നമ്മളൊരു പാർട്ട്ണറെ തേടുന്നു, അല്ലെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോ നമ്മളെ ഈ പാർട്ട്ണറോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇനിയിപ്പം റിലേഷൻഷിപ്പ് രീതിയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അച്ഛൻ അമ്മ ബന്ധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മാറി, ആ ഒരു രീതിയും മാറി, പിന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും മാറി. അല്ല നമ്മള് ഈ ഒരു ഇത് മാത്രല്ല പറഞ്ഞ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറോടൊപ്പം ഇപ്പൊ കല്യാണം കഴിച്ചാലും വൈഫിനോടായാലും
അവര് തമ്മിൽ ഉണ്ടായിരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ അല്ല, അവര് തമ്മിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ സ്ട്രോങ് അതിന്റെ ആ ഒരു ഇതെന്ന് പറയാ അത് ഞാൻ പറയാം, ആ കോറും ആ സ്ട്രോങ്ങും എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ വേണ്ടത് ആ കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം. എന്റെ ഫീൽഡ്, എന്റെ ജോലി ചെയ്യുന്ന മേഖല IT ആണ്. ഓക്കെ, ഇപ്പം എന്റെ പാർട്ട്ണർ ഇപ്പം ഇതിൽ നിന്ന് തീർത്ത് വ്യത്യസ്തമായ ഒരു മേഖലയാണ് ജോലി എടുത്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, പക്ഷേ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട്, എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് നടന്ന കാര്യങ്ങള് ഓക്കെ എന്റെ പാർട്ട്ണർ വെറുതെ കേട്ടിരിക്കാൻ റെഡിയാകുന്ന ഒരു 10 മിനിറ്റ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് ആ ത്രൂ ഔട്ട് ആ ഡേ നമുക്ക് നല്ലതും ഉണ്ടായിട്ടുണ്ടാവും, മോശം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, നമുക്കൊരു സൊല്യൂഷൻ ചിലപ്പോൾ ആ പാർട്ട്ണർ തരൂല, പക്ഷെ ആ പാർട്ട്ണർ കേട്ടിരിക്കാൻ റെഡിയാ. ഓക്കെ, ആ ശരി, ആ ഓക്കെ, അതായത് 100% അക്നോളജ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കണം എന്ന് പറയുന്നത് ആണ് കമ്മ്യൂണിക്കേഷൻ അല്ല, ബന്ധം എന്നാണ് അല്ല, മനസ്സിലാക്കണം എന്നല്ല, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് പരസ്പരം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഏത് ഇതിലാണ് സംസാരിക്കുന്നതെന്ന് അപ്പൊ അവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നതായിരിക്കൂല, അല്ലെങ്കിൽ നമ്മളെ സങ്കടം പറയുന്നതായിരിക്കൂല. അല്ല, നമ്മൾ പറയുന്നത് ഒരിക്കൽ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഒബേ ഒരു റൂള് പോലെ പറയുന്നില്ല, അല്ല അല്ല ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതല്ല. അല്ല 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 ജസ്റ്റ് കേട്ടിരിക്കുക മാത്രമല്ലല്ലോ ഒരു പാർട്ട്ണറുടെ ഇത് പറയുന്നത്. അല്ല, അതാ പറഞ്ഞ കേട്ടിരുന്നാലും മതി. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ശ്യാമ് പിന്നെ ജോലി ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ഫീൽഡാന്ന് ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോ കംപ്ലീറ്റ് IT ഫീൽഡാന്ന് നോക്കാം. അപ്പൊ ശ്യാമിലിപ്പം ഞാൻ പാർട്ട്ണറാക്കി തിരഞ്ഞെടുത്താലും ഞാൻ IT-യിലെ കാര്യം എന്റെ ഓഫീസിൽ ഉണ്ടായി നടന്ന്, പക്ഷെ ഞാനൊരു ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളല്ല പറയാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് ഏതൊക്കെ ഇന്നത്തൊക്കെ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്താക്കും, നിങ്ങളൊക്കെ എന്ത് നടന്നു ഞാനും കേട്ടു. ഓക്കെ, സോ ഇന്നത്തെ നടന്നതിന്റെ ഒരു വൈൻഡപ്പ് ആടെ കഴിഞ്ഞു, ഇന്ന് ഓഫീസ് നടന്നതിന്റെ വൈൻഡപ്പ് കഴിഞ്ഞു. ഇനി അതല്ലാണ്ട് ഇതേ സംഭവങ്ങള് നിങ്ങളുടെ കൂടെ ഉള്ളൊരു കുട്ടി കേൾക്കുന്ന വെക്കുക, മനസ്സിലായോ? നിങ്ങൾ ഒരു 3 വയസ്സിൽ ഒരു 4 വയസ്സിൽ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഒരു കുട്ടി കേൾക്കുന്ന വെക്കുക. സോ ഇതൊരു മോട്ടോ ആണ് ആ കുട്ടിക്ക്. ഓക്കെ, അച്ഛനും വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയും വന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല പറയാൻ. ഞാൻ ആ കുട്ടിയുമായിട്ട് വഴക്കൂടി, എനിക്ക് ആ പാട്ട് പഠിപ്പിച്ചു തന്നു, എനിക്ക് നീ കഥ പറഞ്ഞു തന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കുട്ടിയും ഈ ഒരു ചർച്ചയിൽ ഭാഗമാക്കാവും. വന്നപാട് ഫോണിൽ ഇരുന്നിരിക്കുന്നതിന് പകരം ഇങ്ങനെ 1 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഇരുന്നാല് ഇതുകൊണ്ട് വേറെന്ത് ഗുണം എന്ന് പറയുന്നത്, നമ്മളെ പറഞ്ഞ ഈ ജനറേഷൻ ഗ്യാപ്പില്ലേ, സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ഗ്യാപ്പ്, അച്ഛനും മക്കളും തമ്മിലുള്ള ഗ്യാപ്പ്, അത് ഒഴിവാവും അല്ലേ? അതല്ലേ ഇപ്പോ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് ഇനി അടുത്തൊരു പോഡ്കാസ്റ്റ് അതെടുക്കാൻ പഠിക്കും. മയക്കുമരുന്ന് എല്ലാരും ചർച്ച ചെയ്തിട്ട് അറിയില്ല എവിടേക്ക് എത്തിയിരുന്നുള്ളത്. പക്ഷെ അതിനൊരു പ്രധാന കാരണം ഇതാണ്, ഓരോരാൾക്കും ഓരോരോ റൂം കൊടുത്തു അല്ലേ? എന്താണ് ആ ചക്കൻ ചെയ്യുന്നത്? കാരണം അയ്യോ എനക്കൊന്നും അറിയില്ലപ്പാ അല്ലേ, ഓനെന്തല്ലോ ഫോണ് കുത്തുന്നതാണ്, എനക്കൊന്നും അറിയില്ലപ്പാ എന്നെ മാറിയിരിക്കുന്ന അച്ഛനമ്മമാര് ഈ സമയത്ത് ഇതാണ് അനുഭവിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡാണ്, ഇപ്പൊ നിങ്ങൾ പാർട്ട്ണർ വേറെ ഒരു ഫീൽഡ് ആകുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഭയങ്കര സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് അത് കംപ്ലീറ്റ്ലി മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, അപ്പൊ ഈ പറയുന്ന പാർട്ട്ണർ ഇപ്പം അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും അവര് ജസ്റ്റ് ഒരു പോട്ട് അതിൽ ശരിയാവുന്നില്ല, ആ ഒരു സംഭവത്തിൽ തന്നെ ഈ പറയുന്ന ആൾക്കാർ ഇപ്പം ജിർലാണ്ടെന്ന് നിങ്ങളെ ആ ഒരു സ്ട്രെസ് ഒരു കുറേലും മാറാൻ അതിന് സഹായിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊന്നും ഞാൻ പറയാം. അപ്പോ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചർച്ച ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് എന്റെ മൂഡ് എന്റെ പാർട്ട്ണർക്ക് മനസ്സിലായി. ഇൻ ദ സെൻസ് ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ് ഉള്ളത്. സോ അവര് വേറെ അതിലേക്കാട്ടും ക്രിട്ടിക്കൽ ഉള്ള ഫാമിലി പ്രശ്നം അവരുടെ കയ്യിലുണ്ട്, അത് എന്നോട് ചർച്ച ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, പക്ഷെ എന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി ചിലപ്പോ ആ ചർച്ച ചെയ്യുന്ന കാര്യം അവർ ചിലപ്പോൾ മാറ്റി വെക്കാം. മനസ്സിലല്ലേ? അത് പോസിറ്റീവ് റിസൾട്ടേ വരുള്ളൂ. നേരെ മറിച്ച് ഞാൻ ഈ തല പോലുള്ള സമയത്ത് ഈ സാധനം കൂടി കൊണ്ടിട്ടുണ്ടെങ്കിൽ കുനുമ കുരുവാകും. ഞാൻ ചിലപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല, ചിലപ്പോ അറിയാണ്ടെങ്കിലോ മീൻസ് ഇപ്പൊ ഈ പ്രഷർ ഉണ്ട് നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ, മീൻസ് പറഞ്ഞു വരാൻ പറ്റുന്നത് പ്രഷർ ഉണ്ടെന്ന് ഓപ്പോസിറ്റിലാക്കാൻ അറിയില്ല. അന്നേരം വന്ന് പറഞ്ഞില്ലെങ്കിലോ അതിപ്പം ഓരോ റിയാക്ഷന്റെ രീതി പോലെ പറഞ്ഞ ഒരു വൺ സൈഡ് മാത്രമല്ലേ. എങ്ങനെ ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ നിങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞതായിരിക്കും, ഓപ്പോസിറ്റ് ഉള്ളവർക്ക് പാർട്ട്ണർക്ക് അതേ ഒരു പ്രശ്നം ഒരു പ്രോബ്ലം ഉണ്ട്.
നിങ്ങൾ വന്ന ഒരാൾ ഇങ്ങനെ നിങ്ങൾ ശരിയില്ല, നമുക്കൊരു ബാഡ് ഡേ ആയിരുന്നു, മൂഡ് ഓഫ് ആയിരുന്നു പറഞ്ഞാൽ മൂപ്പരുടെ പ്രശ്നം അവിടെ കിടക്കുന്നല്ലേ ഉള്ളൂ. ഓക്കെ മൂപ്പര പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളല്ല പൊതുവെയുള്ള കേസ് പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പൊ മൂപ്പരുടെ പ്രശ്നം ഇത് പലപ്പോഴും സംസാരിക്കുന്നില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ലല്ലോ. അല്ല അതും കൂടി പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു പ്രഷർ തരുന്നതല്ല പറയുന്നത്. തിരിച്ചു അതൊരു വിഷയമല്ലേ, പല പ്രശ്നങ്ങൾ അത് സംസാരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ സൈഡ് മാത്രം വ്യക്തമാക്കി ക്ലിയർ ചെയ്യുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ഒരു സപ്പോർട്ട് ഒരു റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടുന്നില്ല. അവർക്കൊരു ഇഷ്യൂ ഉണ്ട്, അത് ചിലപ്പോ നിങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ അവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്താണെന്നുള്ളത് പ്രശ്നം എന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അതേപോലെ അവർക്കും അന്ന് എന്താണ് പ്രശ്നം ഉണ്ടായത് എന്നുള്ളത്, അല്ലെ അവരെ മൂഡ് എന്താണെന്നുള്ളത് സംസാരിക്കണം. നിങ്ങൾ നല്ലൊരു സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് എന്റെ പ്രശ്നം പോയി പറയുന്നില്ലത് എന്നുള്ളത് എന്റെ വ്യക്തിപരമായ മനസ്സിലായി പറയണം. പോലെ ഞാൻ അങ്ങനല്ല പറയുന്നത്, അത് ആ ജഡ്ജ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് പേഴ്സണാ. ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇയാള് പറഞ്ഞതിനെക്കാട്ടിയും ഗുരുതരാണോ, ഇല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഈഗോ ക്ലാഷ് ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ പ്രശ്നത്തിന് ഈ കാര്യം വലുതാണോ നിങ്ങളുടെ പ്രശ്നം, ഇത് അങ്ങനെ ഒരു ഈഗോ അല്ലെ ആ ഒരു ചേർച്ചയില്ലായ്മ വരുന്നത് ഇതാണ്. അപ്പൊ നിങ്ങളിപ്പോ അങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് വിചാരിക്കും, അപ്പൊ നിങ്ങളെന്നല്ല ഒരു വ്യക്തി എന്നുള്ള ചോദ്യം ഇനി കാട്ടി വലുതാണ് ചക്കയുടെ കാര്യം, അങ്ങനെ ഒരു ടോക്ക് വന്നാൽ ആ ഒരു ഇത് വരൂലേ, അപ്പൊ പിന്നെ പിന്നെ ആ ഒരു മൂഡ് നെഗറ്റീവ് ആ ഒരു പ്രശ്നത്തിലേക്ക് വരും. അപ്പൊ എനക്ക് തോന്നുന്നു ഈക്വൽ ആയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ചെയ്തിട്ട് സംസാരിക്കും. അതെന്താ നമ്മളിപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഓക്കെ പറഞ്ഞു, അതെന്താ നിനക്കെന്താ ഒരു ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റാ, അത് ചോദിച്ചത് പറയാൻ പറ്റില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രീഡം അല്ല ആ ഒരു ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നുന്നു. അല്ല നമുക്കിപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ എന്നൊരു ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല അവർക്കിപ്പോ അവരെ ഏത് മൂഡിലുള്ളത്. ഡയറക്റ്റ് പറഞ്ഞ് പറയാണ്ട് ഇപ്പൊ ഇങ്ങനത്തെ കഥ ആരും കേൾക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ രണ്ടാളും അങ്ങോട്ട് ചോദിച്ചാൽ അല്ല ഓക്കെ അല്ലാണ്ടായി ആടെ പറയണെന്നാ പോലെ. അതാ പറഞ്ഞേ, എന്നാ പറയാ സമയവും സന്ദർഭവും നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എന്റെ വേർഷൻ അല്ല ആദ്യം പറഞ്ഞത്, ഞാൻ ആദ്യം അവരെ വേർഷനെ കേൾക്കുന്നത് വെക്കാം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിലും അതിനെക്കാട്ടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഞാൻ എന്താക്കും, ആ ടോപ്പിക്ക് ആ പ്രശ്നം ഞാനവിടെ വെക്കും. അതിപ്പോ അതേ ഞാൻ പറഞ്ഞേ, അത് ഓരോരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാ. ഞാൻ ആ ടോപ്പിക് ഒന്നും ഇടൂല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. നാളെ എന്നാ അത് അത്ര ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യും. ഞാൻ പ്രയോറിറ്റി നമ്മള് ചെയ്യുന്നത് അന്നേരമാണ് നമുക്ക് ചിലപ്പോ ചില ആൾക്കാരെ കേസ് പറയുന്നതാണ്. നമ്മള് ഒരു പ്രശ്നം അവിടെ പറയാണ്ട് വെച്ചു, അപ്പൊ അവര് ചിലപ്പോൾ നമ്മളെക്കാട്ടി കുറച്ച് ലൈറ്റ് ആയിരിക്കും അവരുടെ പ്രശ്നം. നമ്മള് കെയർ ചെയ്യുന്ന അത്ര വലുത് അവര് കെയർ ചെയ്യുന്നില്ല, അവര് സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് പറയുമ്പോഴേക്കും നമുക്കൊരു ഇത് വരും, ഓ ഇതാണോ ഇത്ര വലിയ ഇനി കാട്ടി വലിയ ഇതിലേക്ക് ആലോചന. അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനല്ല നിന്റെ പ്രശ്നത്തെ ജഡ്ജ് ചെയ്യേണ്ട ആള്. അതൊരു കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ നിങ്ങളുടെ ഒരാൾ വന്ന് പറഞ്ഞു സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആദ്യം ഓക്കെ പാർട്ണർ പറയുന്നു ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളത് കോംപ്രമൈസ് ചെയ്യല്ലോ, അതേപോലത്തെ പ്രശ്നം എനക്കുണ്ട് രീതിയിൽ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഓക്കെ രണ്ടാക്കും നല്ല പ്രശ്നമുണ്ട്, ഒപ്പം രീതിയിൽ സംസാരിച്ചിട്ട് ഒന്ന് സമാധാനം ആ ഒരു രീതിയിൽ നല്ലൊരു മെത്തേഡാണ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ചാല് നമ്മളിപ്പം ഈ ഫീമെയിൽ പാർട്ട്ണർ എന്ന് പറയുമ്പം നമ്മളെ കാട്ടി ശരിക്കും പറഞ്ഞാല് ആണുങ്ങളെ കാട്ടിയും കുറെ ഇമോഷൻസ് ഉണ്ടാകുന്ന അവർക്ക്. അപ്പൊ അവരെ ഈ പറഞ്ഞ കാര്യങ്ങള്, അതായത് ഇപ്പം നമുക്ക് ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യം അവർക്ക് ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ കാര്യം അറിഞ്ഞിട്ടും ഇത് വലിയൊരു കാര്യമാണോ എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്താല് അത് ഈ പറഞ്ഞ പോലെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക്. അല്ല അതാ നമുക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കൂടുതലും ഈ ഇത് വരുന്നത് വിവാഹമോചനൊക്കെ വരുന്നത് ഇങ്ങനെ അത് ഈ പ്രശ്നങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഇതാണ് വലിയ പ്രശ്നം, എന്റേതാണ് വലിയ പ്രശ്നം എന്നുള്ള രീതിയിലും മറ്റേത് ലൈറ്റ് ആയിട്ട് കാണുന്നതും ചിലപ്പോ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. പരസ്പരം ഇരുന്നത് രണ്ടാൾ ഈക്വൽ ആയിട്ട് സംസാരിച്ച് തീർക്കാത്തതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് രണ്ട് വഴിക്കൊക്കെ പോയി പോകുന്നത് ദാമ്പത്യത്തിലും. ഇതെല്ലാം അത് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു പേഴ്സൺ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. അല്ല ഈ മൂന്നാമതൊരു പേഴ്സൺ ഇൻവോൾവ് ആവുന്ന ഞാൻ ചോദിച്ചോട്ടെ, അതെന്തും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് സംസാരിക്കുന്നുണ്ടെങ്കിൽ
ആ സംസാരം ഇല്ലാത്തിടക്കം മാത്രമല്ലേ വേറൊരാൾക്കുള്ള ഒരു ചാൻസ് വരുന്നുള്ളൂ. അതല്ലേ സംഭവിക്കുന്നത്. ഡിവോഴ്സിന്റെ തുടക്കം സംസാരം ഇല്ലായ്മയാണ്. സംസാരം ഇല്ലായ്മയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ രണ്ടും പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരും മനസ്സിലാക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ ഇവരും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ട് സോൺ ആയിട്ട് പുറത്തൊരു പേഴ്സൺ വരുന്നു. ആ പേഴ്സൺ വരുമ്പോഴാണ് ഇതിന് ഈ ഗ്യാപ്പ് കൂടുകയും അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോ ഞാൻ അത് എന്താ പറയാ, ഈ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ എന്ന് പറയുന്നില്ലേ, ചില കളറുകള്, ചില സീൻസ്, ചില വാക്കുകൾ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് സ്വാധീനിക്കുന്ന പറയുന്ന പോലെ നമ്മള് ഒരു ബന്ധം നമ്മൾ ഒന്ന് ഗ്യാപ്പ് വന്ന് തുടങ്ങിയാൽ ഓക്കെ, പിന്നെ മൂന്നാമതൊരാളോട് നമ്മൾ സംസാരിക്കും, അവര് പറയുന്നതായിരിക്കും എല്ലാം ശരി. ചിലപ്പോ അവര് ചിലപ്പോ എന്താ പറയാ, ഇവര് കൊടുക്കാത്തൊരു ഇത് കൊടുക്കുന്നുണ്ടാവും, ഇമ്പോർട്ടൻസ് അവിടെ സമാധാനിപ്പിക്കല്. അതുകൊണ്ട് അല്ല, അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ചോദിച്ചോക്കട്ടെ, നിങ്ങളൊരു ഫ്രണ്ട്, ഇത് പെർസ്പെക്ടീവ് സംഭവം കിടക്കുന്നത്, നിങ്ങളൊരു ഫ്രണ്ട്, നിങ്ങളല്ല ഏതെങ്കിലും ഒരു ഫ്രണ്ട്, നിങ്ങളൊരു ഒരു ഗേൾ ഫ്രണ്ട് എന്നായിരിക്കും, നിങ്ങൾ പാർട്ട്ണർ അല്ല, വേറൊരു ഫ്രണ്ട് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ സംസാരം കുറച്ച് കുറഞ്ഞതായിരിക്കും. നിങ്ങൾ ഒരു വ്യക്തി എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്, ഒരാളെ ഇതാക്കി പറയുന്നില്ല, ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ അവരോടൊക്കെ അപ്പൊ അവർക്കെന്നാ പ്രശ്നമുണ്ട്, നിങ്ങൾക്കെന്നാ പ്രശ്നമുണ്ട്, നിങ്ങൾ അവരോട് സംസാരിക്കാൻ കുറച്ചുകൂടി കംഫർട്ട് ആവുന്നു. ആടുന്ന് ആ ഒരു കാര്യമല്ല, വേറെ ഒരു ഇതും ഇല്ല. ആ ഒരു രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടി മനസ്സിലാക്കുന്നു. അത് നമ്മുടെ എന്ന് വെച്ചാൽ ദാമ്പത്യമായിട്ട് വലിയ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു സപ്പോർട്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ തരുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു വഴി കാണിച്ചു തരുന്ന പോലെ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത് അതൊരു മോശം കാര്യമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഗ്യാപ്പ് കൂടുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അതെ, കൂടുതലും അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അതെ. അപ്പൊ ആ ഒരു മൂന്നാമത്തെ പേഴ്സണെ ആ ഒരു കാര്യത്തിൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? മൂന്നാമത്തെ പേഴ്സണെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതിനാന്ന് പറഞ്ഞത് നല്ല ആൾക്കാരുണ്ടാവില്ലേ, മീൻസ് അങ്ങനത്തെ ഇതൊന്നും അതാ ഞാൻ പറഞ്ഞ, നല്ല ആൾക്കാർ, ഒത്തിരി ആൾക്കാർ നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവര് തമ്മിലുള്ള സംസാരം കുറയാൻ ആ ഒരു പേഴ്സണാണ് കാര്യം എന്ന് പറയാൻ അത് തെറ്റാ. കാരണം ഇവര് തമ്മിലുള്ള സംസാരം കുറയാൻ ഇവര് തന്നെയാണ് കാരണം. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാന്ന് വെച്ചാ, ഈ അതിപ്പം ചില ആള് അത് പറയുന്ന കേട്ടാ ചിലപ്പോ തായ്ലന്നാ കമന്റ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ കൂട്ടുകുടുംബില്ലേ, കമന്റ് ഓഫാ അല്ല, കൂട്ടുകുടുംബില്ലേ, കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ സംഭവം വലിയൊരു രീതിയിൽ ഒരു ഇൻവോൾവ്മെന്റ് നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നാളെ ഇപ്പം എന്റെ വീട്ടിൽ എങ്ങനെയാണെന്നല്ല, എന്റെ വൈഫിന്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. എന്നോട് ഒരാള് ഒരു കഥ പറഞ്ഞതാ. കോവിഡ് വന്ന സമയത്ത്, കോവിഡിന് മുമ്പേ ആണ് ആ ചങ്ങായിന്റെ കല്യാണം കഴിഞ്ഞ. കോവിഡ് വന്ന സമയത്ത് ഇവരെ അച്ഛൻ, ആണിന്റെയോ പെണ്ണിന്റെയോ ഒന്നും അറിയില്ല, അച്ഛനും അമ്മയും ഇവരെ കൂടെ താമസിക്കാൻ തുടങ്ങി. അതുവരെ എല്ലാം സ്മൂത്ത് ആയിരുന്നു. ഓക്കെ, അച്ഛനമ്മയും താമസിക്കാൻ തുടങ്ങി. പിന്നെ ഒരാൾ ചെയ്ത അത് ചെയ്ത കുറ്റം, ഇത് ചെയ്ത കുറ്റം, അങ്ങനെ ഇങ്ങനെ ചെയ്ത കുറ്റം, ഒരു കൊല്ലം കൊണ്ട് സംഭവം തീരുമാനാക്കി മടക്കി കൈമ കൊടുത്തിന് 2 പോയി. ഞാൻ കേട്ട ഒരു കൗൺസിലിംഗ് ഇപ്പൊ എന്ന് വെച്ചാൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനത്തെ ഒന്ന് പേര് ഇതുണ്ട്. സോ നീയും ഒരു പാർട്ട്ണറും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ക്ലിനിക്സ്, കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവരുടെ പോയിട്ട് നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അത് അവരോട് പറഞ്ഞിട്ട് അവര് നല്ല രീതിയിലൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യും. അത് ഇൻഡിവിജ്വൽ സെഷൻ എടുക്കും, എന്നിട്ട് കപ്പിൾ എടുക്കും. അപ്പൊ അവർക്ക് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ തരും. ഇതിനെപ്പറ്റി പലർക്കും ധാരണയില്ല. ഇതിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഒരു പ്രശ്നമുണ്ടോ, കൂടുതൽ അങ്ങോട്ട് എത്ര കൊല്ലങ്ങളെ ജീവിക്കണ്ടല്ലേ, അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അന്നേരം ഉണ്ടെങ്കിലോ? ആടെയാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. കല്യാണത്തിന് മുമ്പ് ലവ് ചെയ്തിട്ട്, അതായത് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഒരു കപ്പിളിനെ പറ്റി ആലോചിക്കാം. കല്യാണത്തിന് മുമ്പ് പാർട്ട്നേഴ്സ് ചെയ്യുന്ന ചെറിയ തെറ്റലില്ലേ, അവര് കണ്ടില്ല നോക്കും. ചിലപ്പോ പൊതുധാരണ അത് വലിയ തെറ്റായിരിക്കും. ഓക്കെ, ഉദാഹരണം ഞാൻ പറയുന്നില്ല, പക്ഷെ ജനറിക് ആയിട്ട് ലഹരി എന്ന് പറയാം. ഓക്കെ, പൗരുഷം അല്ലെ ആണത്ത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളെയും അതൊരു ആണല്ലേ അത് ചെയ്യുന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ പാർട്ട്ണറാണ്, അപ്പൊ ഭയങ്കര തിക്കാണ് അവര്. ഓക്കെ, നേരെ പക്ഷെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ചില പണ്ടുള്ളവർ വന്ന് ചൂടും ചുരുമയെല്ലാം കുറയുന്ന ഒരു സമയമുണ്ട്. ആ സമയമെല്ലാം വരുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ആദ്യം എടുത്തിടുക ഈ ഒരു പണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്ത ടോപ്പിക് ആയിരിക്കും.
വളരെ നിസ്സാരമായിരിക്കും അത് ശരിക്ക്, പക്ഷെ അതായിരിക്കും ഊതി 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 വീർപ്പിച്ചിട്ട് ഇതാക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് വെക്കുക, അത് പാർട്ട്ണർ ലഹരി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് വെക്കുക, നിങ്ങൾ ആദ്യം തുറന്ന് പറയാ. ഓക്കെ, ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്പണായിട്ട് സംസാരിക്കുക. അവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാണ്ട് പിന്നെ അതെടുത്തിട്ട് നാളെ ഒരു കാരണം പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കാൻ അല്ലെ ബന്ധം വേർപെട്ടാൻ അതൊരു കാരണം എടുത്താനുള്ള അത് നല്ല രീതിയിലെല്ലാം തോന്നുന്നു. കാരണം ഇതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. നമ്മൾ ഇഗ്നോർ ചെയ്യും, എല്ലാം ഇഗ്നോർ ചെയ്യും. അതെന്താണ് പറഞ്ഞില്ലേ, നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ റിലേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആയിരിക്കും. പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് കുറഞ്ഞു പിന്നെ ഒരു നമ്മൾ സാധാരണ ഒരു ഇത് ഒന്നും പോകുന്നല്ല ചാറ്റിംഗ് എല്ലാം പറഞ്ഞതുപോലെ ഇത് രണ്ട് തരാണ്. ഈ പ്രേമിച്ചടക്കുന്ന സമയം അത് ഒരു കല്യാണത്തിന് മുമ്പുള്ള സമയം അത് വേറൊരു എങ്ങനെയൊക്കെ കിട്ടിക്കണം സംഭവമാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം നമ്മുടെ മൂഡ് എങ്ങനെ ചേഞ്ച് ആവുന്നു. അല്ല ഇപ്പൊ ഇവന്റെ മൂഡ് കണ്ടാൽ നമുക്കറിയാം, മനസ്സിലാവും. ഇവന്റെ ഇടയ്ക്ക് ഇന്നലെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ ഇതിനോട് എനിക്ക് ചൊറിഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു മനസ്സിലാക്കാനുള്ള ഇത് അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ ഞാൻ ഓക്കെ അല്ലാന്ന് ഇവനും മനസ്സിലാവും, ഇവനും ഓക്കെ അല്ലാന്ന് എനിക്കും മനസ്സിലായാൽ നമുക്കത് ട്രീറ്റ് ചെയ്യേണ്ട വിധം അറിയാം. പിന്നെ എങ്ങനെ ആ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെ പിന്നെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരു ദാമ്പത്യ ജീവിതത്തിലും അത് രണ്ടാക്കും തുല്യമായിട്ട് കണ്ടിട്ട് തുല്യമായിട്ട് അവരവരുടെ പ്രശ്നങ്ങളായാലും എന്തായാലും ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നുന്നു. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് വെച്ചാല് നമ്മളിപ്പം വിചാരിക്കുന്ന പോലെ ചെറിയൊരു അവസ്ഥയല്ല ശരിക്കും പറഞ്ഞാല്. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരാൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് അങ്ങനെയുള്ള കുറെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു സംഭവം ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഭയങ്കര ഇപ്പൊ എനിക്കൊന്ന് കുറെ ആൾക്കാർക്ക് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ചിട്ട് വലിയൊരു അറിവില്ല വെച്ചാൽ ഒരു സാധാരണ സംഭവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരാളെ ചിലപ്പോൾ മരണത്തിൽ വരെ കൊണ്ടുപോയി എത്തിക്കുന്ന സാധനമാണ് ഈ ഡിപ്രഷൻ. ആ ഒരു സാധനം വരെ, ഈ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സാധനം വരെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ, ഓപ്പണായിട്ട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ കുറെ ഡിപ്രഷൻ ഉണ്ടാവില്ല എന്നല്ല, എല്ലാവർക്കും ഉണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടാവും. പക്ഷെ ഒരാൾ ഇപ്പൊ 16 വയസ്സല്ല ഞാൻ പറയുന്നത്, നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് സംസാരിക്കാൻ പറ്റിയ ആൾക്കാർ, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഓപ്പണായിട്ട് സംസാരിക്കാൻ, വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊരു കൂളായിരിക്കാം. അല്ല, ഈ പറഞ്ഞ ശരിയാന്ന് നോക്കി. ഞാൻ ഇപ്പം എനിക്ക് ഈ കണ്ടന്റില് കുറച്ചധികം ഞാൻ ഈ പറഞ്ഞ മിക്ക പോയിന്റുകളും എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്. സൈക്കോളജി സൈക്കാട്രിയിൽ നിന്ന് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയത്. കാരണം ഇപ്പൊ അവരായിട്ടുള്ള സംസാരങ്ങളാണ് എനിക്ക് കുറെ കണ്ടന്റ് തരുന്നത്. എനിക്കിപ്പോൾ എഴുതാൻ വേണ്ടിയിട്ടായാലും കുറച്ച് കണ്ടന്റുകൾ കിട്ടുന്നത് അവരുടെ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡിപ്രഷന്റെ സാധനമാണ്. അപ്പോ അവരെന്നാ ഇപ്പൊ സൈക്കോളജിന്റെ സൈക്കോളജിസ്റ്റിന് എടുക്കാം, ഫ്രണ്ട്സിന്റെ എടുക്കുക, ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് സൊല്യൂഷൻ അല്ല വേണ്ട. ഞാൻ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് നിന്റെ സൊല്യൂഷൻ താന്നു പറഞ്ഞിട്ടല്ല അവര് വരുന്നത്. അവര് പൈസ കൊടുത്തിട്ട് 1 മണിക്കൂർ അല്ലെ അരമണിക്കൂറിന്റെ സെഷനാണ് എടുക്കുന്നത്. ഓക്കെ, അവര് വന്നിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് അവരെ ഫേഷ്യൽ എക്സ്പ്രഷനും അവരെ മാനറിസം എല്ലാം ഒരു തരത്തിലായിരിക്കും. 1 മണിക്കൂർ വെറുതെ കേട്ടിരിക്കുക ഇവര്. ഓക്കെ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു, ഓക്കെ അതങ്ങനെ ആയിരുന്നു, കൃത്യമായിട്ടുള്ള എന്തായാലും പറയാ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവര് ചോദിക്കുന്ന ഇവർ ചോദിക്കും 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞു ചോദിക്കും. കഴിഞ്ഞു ശരിക്ക് ഈ പറഞ്ഞ ഡിപ്രഷന്റെ ഏത് ലെവലാണ് ഉള്ളത് അത് മൊത്തം അവർ ഇറക്കി വെച്ചതിന് ശേഷാ പോന്നെ. ഓക്കെ, അപ്പൊ അതിനെന്താ വേണ്ട, അതിനാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ടോപ്പിക്കിൽ എത്താൻ കാരണം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ട്, പക്ഷെ കേൾക്കാനാളില്ല. അപ്പൊ അതാ പറഞ്ഞത്, പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, കേൾക്കാനുള്ള സമയവും ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കി കൊടുത്താല് നമ്മൾ ശരിക്കും പറഞ്ഞാല് പറയാൻ വേണ്ടിയിട്ട് നിക്കല് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ലിസണർ ആവും കൂടി വേണം എല്ലാരും. ശരിയാണ്. എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാനും നമുക്ക് അങ്ങോട്ട് പറയാനും ആൾക്കാരുണ്ടാവില്ല. നമുക്കിത് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാന്ന് വെച്ചാൽ ഇപ്പോ പരസ്പരം സംസാരിക്കുക, കാര്യങ്ങൾ ഷെയർ ആദ്യം കേൾക്കുകയും പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഓക്കെ. അതുപോലെ നമ്മുടെ ഇത് കാര്യങ്ങൾ പോലെ മറ്റുള്ളവരെയും കൂടി പ്രശ്നങ്ങളായാലും അവർക്കായാലും ഒരു സ്പേസ് കൊടുക്കുക, അത്
കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. എന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കുറയായിരിക്കും.